എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നാഷണലിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, പയനിയറിൻ്റെ 5.1 DVD, അതുപോലെ തന്നെ ഹോം തിയേറ്റർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സെറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സറൗണ്ട് സിസ്റ്റം 12,000 DV എന്ന് പറയുന്ന ഒരു മോഡലാണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു JVCയുടെ ഇതേപോലത്തെ തന്നെ സെയിം അതേ ബേസ് തന്നെയാണ് ഇതും. സെയിം അതേ തന്നെ, വേറെ മോഡലാണെന്നേ ഉള്ളൂ, വേറെ പേര് വന്നു. DVD ഡോൾബി, DVS, HD, വീഡിയോ CD, ഫോട്ടോ, വ്യൂ, MP3 എന്നിവ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മീഡിയ പ്ലെയറാണിത്. ഇതിൻ്റെ സ്വിച്ച് ടോപ്പിലാണ്. സ്റ്റാൻഡ് ബൈ, ഓപ്പൺ ക്ലോസ്, ഫൗണ്ട്, അതുപോലെ തന്നെ പോസ്, സ്റ്റോപ്പ്, ഫോൺ ട്യൂണിങ്, ബാക്ക്, ഫോർവേഡ്. ഈ കാണുന്ന മൈക്ക്, വോളിയം, എക്കോയാണ്. മറ്റേതിൽ ഇതൊന്നുമില്ല, മൈക്കൊക്കെ കുത്താവുന്നതുണ്ട്, പക്ഷേ വോളിയത്തിൻ്റെ ഒന്നുമില്ല, എല്ലാം വേറെ രീതിയിലാണ്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് USB, അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്കും മൈക്ക് 2 കുത്താവുന്നതുകൊണ്ട്. JBL DVD പ്ലെയറിന്റെ കൂടുതൽ സെറ്റിംഗിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ദയവായി കണ്ടു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ 5 വോൾട്ട് ആണ് USB വരുന്നത്. ബ്ലാക്ക് കളറാണത്. പിന്നെ AC കോഡ് ഇവിടുത്തെ ഇന്ത്യൻ ടൈപ്പാണ് വരുന്നത്. ഇച്ചിരി നല്ല കട്ടിയൊക്കെ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള. പവർ ഓൺ ചെയ്ത് നമുക്ക് നോക്കാം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ ഓൺ ആക്കണം, എന്നാലേ ഓൺ ആയി വരും. ആദ്യം പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. വോളിയം കാണിക്കുക ആദ്യം. ഇതിൻ്റെ സെൻട്രലാണ് വോളിയം വരുന്നത്. വൈറ്റ് കളറാണ് ഡിസ്പ്ലേ, അതുപോലെ തന്നെ വൈറ്റ് കളറാണ്. ഇതാണ് CD ഡ്രൈവ് ഓപ്പൺ ആയി വരുന്നത്. ആക്സ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. ഈ ഫുൾ വോളിയം 39 മാക്സിമം വരുന്നത്. നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു സെറ്റാണിത്. പിന്നെ ഇതിൻ്റെ DVD, CD, USB, പിന്നെ വരുന്നത് FM ആണ്. ഇത്രയും ഫങ്ഷൻസ് ആണ് വരുന്നത്. പക്ഷെ മൈക്കിൻ്റെ ഇനിയും കുത്തുമ്പോഴായിരിക്കും വരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല. നല്ല ഗ്ലോസി ഫിനിഷ് ആണ് നൽകിയിരിക്കുന്നത്, ബ്ലാക്ക് കളറിൽ. നല്ലൊരു എടുപ്പൊക്കെ ഉള്ള. ഞാനിത് കേട്ടായിരുന്നു, ഞാനിത് സറൗണ്ട് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇച്ചിരി പഴയതാണ്, ഡെൻ്റൊക്കെ ആയതാണ്, ഇച്ചിരി പാടൊക്കെ ഉണ്ട് അതിൻ്റെ. ഇത്രയുള്ള സാധനം നിൽക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എപ്പോഴാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ കഴിഞ്ഞ്. ബാക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സ്പീക്കർ സോക്കറ്റുകളാണ്. പിന്നെ ഇതിനെക്കുറിച്ച് വാണിങ്ങുകളെ കുറിച്ചും. പിന്നെ സ്പീക്കറിൻ്റെ ഫ്രണ്ട് 4 ഓംസ് ആണ്, ലെഫ്റ്റ് റൈറ്റ്. അതുപോലെ തന്നെ സബ് 8, ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് 4 ഓംസ്. അതുപോലെ സെൻറ്ററും 8 ഓംസ്. ഈ ടൈപ്പ് കണക്ടറാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഞാനൊരു പഴയ റിസീവറിൻ്റെ അടുത്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇത് HDMI ഔട്ട്പുട്ട്, അതുപോലെ തന്നെ വീഡിയോ ഔട്ട്, പ്രീ ഔട്ട്, അതുപോലെ ഓഡിയോ ഔട്ട്പുട്ട്, ഇൻപുട്ട്, പിന്നെ FM-ൻ്റെ ആൻറ്റിന. പിന്നെ അതിൻ്റെ വോൾട്ടേജ് 110 വോൾട്ട്, 240. പിന്നെ മെയ്ഡ് ഇൻ ചൈന. പിന്നെ അവരുടെ സറൗണ്ട് സിസ്റ്റം
ഒക്കെ പറഞ്ഞ് കുറേ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ബാർകോഡ് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളുമാണ് ഇത്രയൊക്കെയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇതുപോലെയാണ്, ഫുൾ നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. പവർ സപ്ലൈ, പിന്നെ അതുപോലെ തന്നെ മദർ ബോർഡ്, പിന്നെ ഫുൾ കണ്ടീഷനാണ്, നല്ല കണ്ടീഷനാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ടേപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് കിട്ടാനില്ലല്ലോ വാങ്ങിക്കാൻ. അതുകൊണ്ടാണ് അതിൻ്റെ സ്ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് CD നമ്മൾ റൺ ചെയ്യാൻ കാണിക്കാത്തത്. വർക്കിംഗ് ആണ്. പിന്നെ അതിൻ്റെ ഒരു പവർ സപ്ലൈ വരുന്നുണ്ട്. ഫുൾ നീറ്റാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ നമ്മൾ വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പാട്ട് സോങ്സ് പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നത്. കോപ്പി റൈറ്റ് അടിക്കുന്നുണ്ടോന്നാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നെ ഇതിൽ USB സപ്പോർട്ട് ചെയ്യത്തില്ല. മറ്റേ ആ JVCയുടെ കാര്യം പറഞ്ഞു, റീഡ് ചെയ്യത്തുമില്ല, ഒന്നുമില്ല. ലൈറ്റ് അതിൻ്റെ USB മിന്നിക്കൊണ്ടിങ്ങനെ ഇരിക്കും. അല്ല പ്ലേ ചെയ്യുക ഓപ്ഷനോ ഒന്നും ഓൺ ആകത്തില്ല. എന്തുവാന്ന് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.